കേട്ടൻ ജാഗരയാണ്. നമ്മൾ പണ്ട് സ്വിഫ്റ്റ് ജാഗര ചെയ്തിട്ടില്ലായിരുന്നു. ഇത് 2011 നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നല്ല രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു നന്ദി സൂചകമായി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ വണ്ടികൾ, നല്ല വണ്ടികൾ ചെറിയ റേറ്റിൽ നല്ല ഒരു ആവറേജ് റേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 13 ലാസ്റ്റ്, അതായത് ഇയർ എൻഡ് വണ്ടി, 14 4 മാസം രജിസ്ട്രേഷൻ. സെക്കൻഡ് RC ആണ്. ഇപ്പോൾ സെക്കൻഡ് RC ആയതാണ്, അത്രയൊന്നും ആയിട്ടില്ല. സിംഗിൾ RCയിൽ കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. മാരുതി 800 സിംഗിൾ RC, റീപ്ലേസ് ഇല്ല, ഒറ്റ ഒരാൾ മാത്രം ഉപയോഗിച്ചത്. ബ്രിഡ്ജ് സ്റ്റോണിന്റെ 4 ടയർ, പാച്ച് വർക്ക് ഇല്ല, റീപ്ലേസ് ഇല്ല. എല്ലാം കൊണ്ടും 2009 മോഡൽ വണ്ടി, 2030 6 മാസം വരെ പേപ്പർ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ കുറച്ച് നാളുകൾക്ക് ശേഷം സൈനോക്കാരെടുത്ത് വീണ്ടും വന്നു. സാസ് യൂസ്ഡ് കാർസ് കണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത്. ഏകദേശം ഒരു 89,000 രൂപ മുതലുള്ള കാറുകൾ കാണിക്കുന്നുണ്ട്. കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ചാലോട് കണ്ണൂര്, അതായത് ഇരട്ടി റൂട്ട്, മട്ടന്നൂർ. അതായത് കണ്ണൂരിൽ നിന്ന് മട്ടന്നൂർ റൂട്ടിൽ ചാലോട് ടൗൺ കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ. ചാലോട് ജംഗ്ഷൻ 1/2 കിലോമീറ്റർ. ഇത് എർട്ടിഗയുണ്ട്, മാരുതി 800 എല്ലാ സെഗ്മെന്റും ഉണ്ട് അല്ലേ? അത്യാവശ്യം എല്ലാ കാറ്റഗറിയിൽപ്പെട്ട വണ്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്ന് കാണിക്കുന്ന വണ്ടികൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ, നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ കൊടുക്കും, അതിലേക്ക് വിളിച്ചാൽ മതി. സൈനൊക്കെ മൊത്തത്തിൽ എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമില്ല, കച്ചവടം അത്യാവശ്യം. മഴേൻ്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലേ, അപ്പോൾ അതിൻ്റെ കച്ചവടമൊക്കെ ഉണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോയിലോട്ട് പോകാം അല്ലേ. ആദ്യം നമുക്ക് ഈ സ്വിഫ്റ്റ് തന്നെ തുടങ്ങാം. പെട്രോൾ ആണല്ലേ, PVT എഞ്ചിൻ, ടോപ്പ് എന്താ? ഏറ്റവും ടോപ്പാ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ടോപ്പ് വേരിയന്റ് അലോയിലടക്കം കമ്പനി വരുന്നത് 2013 ലാസ്റ്റ്, അതായത് ഇയർ എൻഡ് വണ്ടി, 14 4 മാസം രജിസ്ട്രേഷൻ. സെക്കൻഡ് RC ആണ്. ഇപ്പോൾ സെക്കൻഡ് RC ആയതാണ്, അത്രയൊന്നും ആയിട്ടില്ല. സിംഗിൾ RCയിൽ കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 1,30,000 സംതിങ് ഓടിയിട്ടുണ്ട്. 1,30,000 പെട്രോൾ എഞ്ചിനാണ്. മൈലേജ് ഒരു 13, 14, 15 റേഞ്ച് കിട്ടും അല്ലേ? അത്യാവശ്യം മൈലേജ് കിട്ടുന്ന. ലോങ്ങൊക്കെ ഒരു 16 വരെ കിട്ടും. എന്നാലും ടോപ്പ് എൻഡാണ്, എലവൻസും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ് അല്ലേ? അതെ. ക്ലെയിം റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല, ഒരു സാധനം റീപ്ലേസ് ഇല്ല. സെക്കൻഡ് ചാവി കാര്യങ്ങൾ, പുതിയ ഇൻഷൂർ, പുതിയ ടയർ കാര്യങ്ങൾ, അത്യാവശ്യം നല്ല ടയർ കുറവാണ്, പുതിയ ആവറേജ് ടയർ. അപ്പോൾ 2013 വണ്ടി, 14 രജിസ്ട്രേഷൻ വരുന്ന ZXi സ്വിഫ്റ്റ് ആണ്. ടോപ്പ് എൻഡ് എത്ര കൊടുക്കാതെ? ഇത് 3,69,000 കൊടുക്കാം. 3,69,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. നീറ്റ് വണ്ടിയാണ്, സെക്കൻഡ് ചാവി അടക്കം വരുന്ന ഒരു സാധനം റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ലോൺ എത്ര കിട്ടാൻ? ലോൺ ഏകദേശം 3 രൂപ അടുത്ത് ലോൺ കിട്ടും. ഓക്കെ, പ്രൈസ് നമുക്ക് എന്തായാലും ഫൈനലുള്ള വീഡിയോ പറയാം. ഫൈനൽ ഏകദേശം ഫൈനൽ ആയിരിക്കും, കാരണം അറിയാലോ, നീ ആദ്യം ബാർഗെയിൻ ചെയ്തിട്ടല്ലേ വില പറയുന്നത്. ഓക്കെ, എന്തായാലും അടുത്ത വണ്ടി റെഡ് സ്വിഫ്റ്റ് വേണ്ടു. ഇനിതാ ഒരു എന്താ പറയാ, സൺസെറ്റ് റെഡ് എന്ന് പറയാൻ പറ്റിയൊരു കളറാണ്. മറ്റേ കോപ്പർ റെഡ്. ഓക്കെ, ആൾട്ടോ കേട്ടനാണ്, 1000 cc വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2012 ആണ്. 2012 മോഡലാണ്. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പോയി ഇത് 90,000 ഓടിയിട്ടുണ്ട്. 90,000. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. ഇതിന് സെക്കൻഡ് ചാവി ഉണ്ടോ കയ്യിൽ? ഇതിന് സെക്കൻഡ് ചാവി ഇല്ല, സിംഗിൾ ചാവിയേ ഉള്ളൂ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇൻഷുറൻസ് കാര്യങ്ങൾ, പിന്നെ പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം നിലവിലുണ്ട്. 2027 അല്ല 12 അല്ലേ, 27 വരെ പേപ്പർ ഉണ്ടോ? 27 വരെ പേപ്പർ ഉണ്ട്. ടയർ ഭാഗങ്ങളും കാര്യങ്ങളും അത്യാവശ്യം എല്ലാം കൊണ്ട് നീറ്റാണ്, എല്ലാ ഭാഗങ്ങളും ഉണ്ട്. ഇപ്പോൾ നല്ല സീറ്റ് കവർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1,59,000. VXi 1,59,000. പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്. 2 ഡോർ പവർ വിൻഡോ അല്ലേ? ഓക്കെ, അപ്പോൾ 1,59,000 നിങ്ങൾക്ക് ഈ ഒരു ആൾട്ടോ കേട്ടൻ കൊണ്ടുപോകാൻ. 2012 മോഡൽ വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. വേറെ മേജർ ക്ലെയിമോ കാര്യമൊന്നുമില്ല അല്ലേ? പിന്നെ ഇതിന് ലോൺ വേണമെങ്കിൽ അതും ചെയ്യാം. എത്ര കിട്ടും? ഒരു 1,10,000 1,20,000 വരെ ലോൺ ചെയ്യാം, കിട്ടും. 30 വാങ്ങിയ ഈ ചക്ക ഫ്രീ. KL 58 രജിസ്ട്രേഷൻ, തലശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. 7 സീറ്റർ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് ZD
ZDI ഡീസലിൽ ടോപ്പ് വേരിയന്റ്. ടോപ്പാണ്. ഡീസലിൽ ടോപ്പ് വേരിയന്റ് ആണ്. 2013 ഇതും അതേപോലെ തന്നെ ഇയർ എൻഡ് ആണ്. ലാസ്റ്റ് വണ്ടി 2013 ലാസ്റ്റ് വണ്ടി. 2014 4 മാസം രജിസ്ട്രേഷൻ. ഓക്കെ. ഓട്ടം എത്രയാ? ഓട്ടം 1,59,000 ഓടി. മേജറൊക്കെ ചെയ്തിട്ടുണ്ടാവും. മേജറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1,59 2013 14 രജിസ്ട്രേഷൻ വരുന്ന ZDI 1,50,000 വരെ കമ്പനി സർവീസ് ഉണ്ട്. പ്രോപ്പർ ഉണ്ട്. ഇപ്പൊ അടുത്ത സർവീസ് 60 ചെയ്യേണ്ടതാണ്. ചെയ്യാറായിട്ടുണ്ട്. ഫുൾ സർവീസ് പോയ വണ്ടിയാണ്. ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഇല്ല ഒന്നുമില്ല. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ 7 സീറ്ററിൽ ഇത്രയും മൈലേജ് ഉള്ള ഒരു വണ്ടി ഇതേ ഉള്ളൂ. അതെ, മാരുതിയിൽ നല്ല മൈലേജ്. ഡീസലില് ഇത്രയും മൈലേജ് കിട്ടുന്നത് ഒരു എന്തായാലും 18 റേഞ്ച് ഒക്കെ എന്തായാലും കിട്ടും. 18 നല്ല 20 ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത്രയും മൈലേജ് കിട്ടുന്നുണ്ട്. എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 4,5 കൊടുക്കാം. 4,05,000 രൂപയ്ക്ക് 2013 മോഡൽ 14 രജിസ്ട്രേഷൻ 1,59 ഓടിയ വാഹനമാണ് എർട്ടിഗ ഡീസൽ. ഓക്കെ, ടോപ്പ് എൻഡ് ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോളൂ. നിലവിലുള്ള കമ്പനി വരുന്നതാണ്. സ്കേറ്റിംഗ് ഉണ്ട്. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഇത് കയറും, ഒരു 3.5 വരെ ലോൺ കയറാം ചാൻസ് ഉണ്ട്. ഒരു 19,000 കണ്ടാൽ ഇറക്കാം. പിന്നെ ലോൺ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. വണ്ടിന്റെ വാല്യൂഷൻ അത്രയും കിട്ടുന്നതാണ് നിങ്ങളുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ്. പിന്നെ എംപ്ലോയി ഒക്കെ ആണെങ്കിൽ ലോണിന് പിന്നെ ചോദിക്കണ്ട, 4 എന്തായാലും ലോൺ കിട്ടും. സാലറിയുടെ ആണെങ്കിൽ. അടുത്തത് ഒരു കോമ്പാക്ട് SUV ആണ്. ഫോർഡ് എക്കോസ്പോർട്ട് KL 13 കണ്ണൂർ വാഹനമാണ്. അതെ. എങ്ങനെയാ? ഇത് 2013 മോഡൽ. ഓക്കെ, 2013 കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. എത്ര ഓട്ടം പോയത്? 1,80,000 അടുത്ത് ഓടി. 1,80,000 ഓടിയിട്ടുണ്ട് അല്ലേ? ഫുള്ള് കമ്പനി ഹിസ്റ്ററിയാണ്. ഏതാ ഓപ്ഷൻ? ഏതാ ഇത് മിഡിൽ ഓപ്ഷൻ ആണ്. അതായത് 4 പവറിന്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. 13 ഡീസൽ അല്ലേ? 13 ഡീസൽ. മൈലേജും ഇതിനും ഉണ്ടാവും. ഫോർഡിന്റെ ഡീസൽ വണ്ടിക്ക് അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി. ഇതിനൊക്കെ സർവീസ് പ്രോപ്പറാ? സർവീസ് പ്രോപ്പറാണ്. എല്ലാ ഹിസ്റ്ററിയും ഉണ്ട്. ഇപ്പോൾ കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതെ, ഫോർഡ് പുതിയ വണ്ടികളെ നിർത്തിയിട്ടുള്ളൂ, പക്ഷേ സർവീസും കമ്പനി എല്ലാം ഇപ്പോഴും ഉണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഇപ്പോൾ കമ്പനി സർവീസ് സ്റ്റേഷൻ ഉണ്ട്. അതാ പറഞ്ഞത്, എല്ലായിടത്തും ഉണ്ട്. ഇവിടെ ഓഫറല്ല, എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമുക്കൊരു 2,73 കൊടുക്കാം. 2,75,000 രൂപയ്ക്ക് 2013 ഡീസൽ എക്കോസ്പോർട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതെ, ഫുൾ ലോൺ കിട്ടുമോ? ഏകദേശം ചാൻസ് ഉണ്ട്. നോക്കിക്കോളൂ. അപ്പോൾ താല്പര്യം ഉണ്ടോ വിളിക്കാം. അടുത്ത വണ്ടി ലോൺ വാങ്ങിക്കൊടുക്കാം. ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ 89,000 രൂപയുടെ വണ്ടി, മാരുതി 800 അല്ലേ? മാരുതി 800 സിംഗിൾ RC, റീപ്ലേസ് ഇല്ല. ഒറ്റ ഒരാൾ മാത്രം ഉപയോഗിച്ചത്. ഓക്കെ. ബ്രിഡ്ജ് സ്റ്റോണിന്റെ 4 ടയർ, പാച്ച് വർക്ക് ഇല്ല, റീപ്ലേസ് ഇല്ല. ഓക്കെ, എല്ലാം കൊണ്ടും 2009 മോഡൽ വണ്ടി. 2030 6 മാസം വരെ പേപ്പർ. 2030 6 മാസം വരെ നിലവിൽ ഫുൾ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള ഒരു മാരുതി 800 ആണ്. 2009 മോഡല്. അതെ, വണ്ടി ഇന്റീരിയറൊക്കെ നീറ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട് അല്ലേ? അതെ, അത്യാവശ്യം നല്ല സീറ്റ് കവർ. സീറ്റ് കവർ പുതിയതാണ്. അത്യാവശ്യം എല്ലാ ഭാഗവും. അത് മാത്രമല്ല, ഷോറൂമിൽ നിന്ന് പണിയുന്ന വണ്ടി കേട്ടോ. ഇപ്പോൾ മാരുതിന്റെ ഷോറൂം അല്ല, സർവീസ് സെന്ററിൽ നിന്ന് വർക്ക് ചെയ്യുന്ന വണ്ടിയാണ്. പുറത്ത് വർഷം ഇപ്പൊ സർവീസ്, ലാസ്റ്റ് സർവീസ് ഒരു സാധനം റീപ്ലേസ് ഇല്ല. അത് മാത്രമല്ല ബോഡി ലൈനിങ് കാര്യങ്ങളെല്ലാം പക്കാ ക്ലിയർ ആണ്. ഓട്ടത്തിന്റെ ഒരു 21 സംതിങ് ആണ് ഇതിനകത്ത് മീറ്ററിലുള്ളത്. ചിലപ്പോ ഇടയ്ക്ക് മീറ്റർ നിന്നതാണോ, പക്ഷെ ഇല്ല, 1,21 എന്തായാലും ഇത് ഓടിയില്ല. ഇല്ല, വണ്ടിയുടെ പെർഫോമൻസ് അങ്ങനെയാണ്. പിന്നെ അയാൾ പറഞ്ഞ സ്ഥിതിക്ക് ഏകദേശം ഒരു ബിലോ 50,000 ഓടിയിട്ടുള്ളൂ. നിങ്ങൾ എന്തായാലും വന്നിട്ട് അതെ, വണ്ടി ക്വാളിറ്റി നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ പാർട്ടി വന്ന് എന്തായാലും നോക്കുമല്ലോ. എന്തായാലും 30 വരെ പേപ്പർ ഉണ്ട്. 30 വരെ പേപ്പർ ഉണ്ട്. പുതിയ ഇൻഷുറൻസ്, പുതിയ പൊല്യൂഷൻ ഉണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. ഇല്ല, ഇത് നോൺ AC ആണ്. ഇത് നോൺ AC വണ്ടിയാണ്. വണ്ടിയുടെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ AC-നേക്കാളും മാർക്കറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 89,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു 800 കൊണ്ടുപോകാം. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ക്വാളിറ്റി ഇപ്പോൾ ഒരു പാർട്ടി ഉപയോഗിക്കാനുള്ള ഒരു ഉദ്ദേശമുള്ള ഒരു പാർട്ടി ആണെങ്കിൽ ഒരു കുഴപ്പം വരില്ല. കാരണം ഒന്നും പണിയൊന്നും ഇപ്പോൾ നിലവിൽ ഒരു മെക്കാനിക്കൽ സൈഡൊക്കെ ഫുൾ ഫിറ്റാണ്. അടുത്തൊരു ഗ്രേ കളർ ആൾട്ടോ 800 അല്ലേ? എങ്ങനെയാ ഡീറ്റെയിൽ? തലശ്ശേരി രജിസ്ട്രേഷൻ 58 അല്ലേ? KL 58 വണ്ടി. എങ്ങനെയാ? ഇത് VXi ആണ്. 2 എയർ ബാഗ് വരുന്ന വേരിയന്റ് ആണ്. ഏതാ മോഡല്? 2019 59,000 കിലോമീറ്റർ, സിംഗിൾ RC, റീപ്ലേസ് ഇല്ല, ഒരു ക്ലെയിം ഇല്ല അല്ലേ? ഓക്കെ. കമ്പനി സർവീസ് പോയ വണ്ടിയാ? കമ്പനി സർവീസ് പോയ വണ്ടിയാണ്. നല്ല ടയേഴ്സ് ഫ്രണ്ടിലുണ്ട്, പുറകിലും
വലിയ കുഴപ്പമില്ല. ഇല്ല, ഒരു ആവറേജ് ടയറുണ്ട്. എത്ര ഇതിനിപ്പോൾ ചോദിക്കുന്നപ്പോൾ? പിന്നെ ഇത് 3.15 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 3,15,000 2019 VXi 2 എയർ ബാഗ് വരുന്ന 800 ആണ് അല്ലേ? 3.15 സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം എല്ലാം കമ്പനി വരുന്നതാണ്. ഒരു 2.25 വരെയൊക്കെ ചാൻസ് ഉണ്ടോ ലോണ് ചാൻസ് ഉണ്ട്, കിട്ടൂല? ഓക്കെ. 19 മോഡൽ 19 അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്. VXi ആണല്ലോ, വാല്യൂഷൻ 18-19 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു ചെറിയ ഫാമിലി പർപ്പസിന് പറ്റിയ ഒരു ടോപ്പ് കളറാണ്. അതെ, ഇതിന്റെ മാർക്കറ്റ് ഉണ്ട്, ഏറ്റവും ഹൈലൈറ്റ് കളറാണ്. അതെ അതെ. വീണ്ടും ഒരു ആൾട്ടോ കേട്ടനാണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് 2012 ലാസ്റ്റ് 13 റേസ് ആണ്. ഓക്കെ, 12 ലാസ്റ്റ് 13 റേസ് കേട്ടൻ LXi ആണ്. അതായത് പവർ വിൻഡ് വരില്ല, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നതാണ്. കുഴപ്പമില്ലാത്ത നല്ല നീറ്റ് വണ്ടിയാണ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. 2028 വരെ പേപ്പർ, പുതിയ ഇൻഷൂർ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇന്നലെ എടുത്തിട്ട് ഇത് നമുക്കൊരു 1.65 കൊടുക്കാം. 12 മോഡൽ 13 രജിസ്ട്രേഷൻ ആൾട്ടോ കേട്ടൻ 1.65 നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ ക്ലെയിമും കാര്യമൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. നല്ല റേഞ്ചിനാണ്. മൈലേജ് 16-17 ഒക്കെ കിട്ടും അല്ലേ? എന്തായാലും 17-18 എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ താല്പര്യം വിളിച്ചത്. പവറും ഉണ്ട്, അത്യാവശ്യം പവറും ഉണ്ട്. അതാ പറഞ്ഞത്, പവറും മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വണ്ടിയാണ്. അതെ അതെ. ഓക്കെ, അടുത്ത വണ്ടി കിട്ടും. ഇനി ഒരു ഓട്ടോമാറ്റിക് ചെറിയൊരു വണ്ടി വേണം. ഒരു എസ്റ്റാർ 2011 ലാസ്റ്റ്. ഓക്കെ, 62,000 കിലോമീറ്റർ, സെക്കൻഡ് RC ഓണർ, നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി. അന്നത്തെ 80 ഗിയർ ബോക്സ് അല്ലേ വരാം? അതെ, 80 ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. 2011 ലാസ്റ്റ് വണ്ടി. 11 ലാസ്റ്റ്. 2026 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, പിന്നെ അത്യാവശ്യം ഇൻഷുറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും മാറിയിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ടയർ ഭാഗങ്ങളൊക്കെ നല്ല ടയേഴ്സാണ്. അത്യാവശ്യം ഓടാനുള്ള ടയേഴ്സ്. അത്യാവശ്യമല്ല, നല്ല ടയർ ഉണ്ട്. ഓക്കെ ഓക്കെ. എത്ര ഇതിനിപ്പോ ചോദിക്കുന്നത്? ഇതിപ്പോ നമുക്ക് കൊടുക്കാം, ഒരു 1.80 കൊടുക്കാം. 1,80,000 രൂപയ്ക്ക് 2011 VXi അല്ലേ വരാ? VXi ഓട്ടോമാറ്റിക് 80 ഗിയർ ZXi ആണ്. ഓക്കെ, ZXi ഓട്ടോമാറ്റിക് എസ്റ്റാർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലോണ് ചാൻസ് ഉണ്ട് ഇതിന്? ലോണ് ചാൻസ് ഉണ്ട്. CVT ഗിയർ ബോക്സ് വരുന്നത് അല്ലേ? CVT ഗിയർ ബോക്സ് ആണ് വരിക, 80 അല്ല. അടുത്ത വണ്ടി നോക്കും. ഇതേ പിന്നെയും കേട്ടൻ KL 60 രജിസ്ട്രേഷൻ. കേട്ടനാണല്ലോ? കേട്ടൻ ജാഗരയാണ്. നമ്മൾ പണ്ട് സ്വിഫ്റ്റ് ജാഗര ചെയ്തിട്ടില്ലായിരുന്നു. അതെ. ഇതെങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2011 ആണ്. LXi. ഓക്കെ, അത്യാവശ്യം നല്ല ഓട്ടം എത്ര കാണിക്കുന്നത്? ഓട്ടം 80 സംതിങ് കാണിക്കുന്നത്. പക്ഷെ സിംഗിൾ RC ആണ് കേട്ടോ. സിംഗിൾ RC ആണ്, ഒറ്റ ഒരാൾ ഉപയോഗിച്ചതാണ്. പിന്നെ മേജറായിട്ടുള്ള പരിക്കൊന്നുമില്ലല്ലോ? നീറ്റ് ഉണ്ട്, അത്യാവശ്യം നീറ്റ് ആണല്ലേ? അതെ അതെ. വേറെ ഇതൊന്നുമില്ല, അങ്ങനെ റീപ്ലേസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ തുരുമ്പും ഇല്ല. നോക്കാനോ? എല്ലാവരും തുരുമ്പ് കൂടെ ശ്രദ്ധിക്കുക. ഇതിന് ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡിക്കി വേണ്ട. ഡിക്കിയിലൊരു പെയിന്റിന്റെ ഒരു സ്ക്രാച്ച് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ പാർട്ടി വരുന്ന സമയത്ത് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാം. അത് ചെറിയൊരു ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ. അതൊരു പ്രശ്നമുള്ളൂ. സ്പോയിലർ ഉണ്ട്, റൂഫ് ടൈൽ ഉണ്ട്. അത്യാവശ്യം നല്ല രസമുള്ള വണ്ടിയാണ്. എത്ര കൊടുക്കാം? നമുക്കിത് കൊടുക്കാം, ഒരു 1.35 കൊടുക്കാം. 1.35 2011 കേട്ടൻ നിങ്ങൾക്ക് കൊണ്ടോ? LXi ആണ്. കേട്ടനാണ് കേട്ടോ, ആൾട്ടോ അല്ല. മാർക്കറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ ടയർ ഭാഗങ്ങളെല്ലാം ആവറേജ് ഒരു മീഡിയം കണ്ടീഷനിലുള്ള ടയർ. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. എസിയും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. വീണ്ടും ആൾട്ടോ കേട്ടൻ ബ്ലാക്ക് കളർ. വീണ്ടും കേട്ടൻ. എങ്ങനെയാ? ഇത് 2011 തന്നെയാണ്. പിന്നെ VXi ആണ്. നേരത്തെ LXi ആണ്. ഇത് VXi ആണ്. അപ്പൊ 2 LXi 2 VXi ആയി. ഇനിയും വരാനുണ്ട് വണ്ടി. ഓക്കെ, ഇതെങ്ങനെയാ ബാക്കി? ഒരു വണ്ടിയും കൂടി ഉണ്ട്, അത് പിന്നെ ചെറിയൊരു ടച്ചപ്പ് വർക്ക് ഉള്ളതുകൊണ്ട്. ഇതിപ്പോ KL 14 കാസർഗോഡ് രജിസ്ട്രേഷൻ ആണ്. പിന്നെ അത്യാവശ്യം നല്ല വണ്ടി, നീറ്റ് വണ്ടിയാണ്. പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC സീറ്റ് കവറും എല്ലാം ഉണ്ട്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സീറ്റ് കവർ എന്തിനാന്ന് എല്ലാവരും ചോദിക്കും. സീറ്റ് കവറിനെ പറ്റി എടുത്തു പറയുന്നത്. സീറ്റ് കവർ മൊത്തത്തിലുള്ള ഒരു വൃത്തി കാണണ്ടേ കാർ എടുക്കുമ്പോൾ? അതെ അതെ. എടുക്കുമ്പോൾ ആൾക്കാർക്ക് ഫീൽ ചെയ്യണ്ടേ? അതുകൊണ്ട് സീറ്റ് കവർ ഒരു എടുത്തു പറയുന്ന സംഭവമാണ്. നമ്മളിപ്പോ ഈ ഒരു ലോ റേഞ്ചിലുള്ള വണ്ടി അല്ലാതെ നല്ല വണ്ടി, അതായത് ഇപ്പോൾ ഇന്നോവയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ആൾക്കാർ എടുത്തു പറയുന്ന ഒരു സംവിധാനം എന്നൊക്കെ പറയുന്ന
ഇതും കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട് അല്ലേ? അതെ അതെ, ഇത് അത്യാവശ്യം നല്ല ടയേഴ്സും കാര്യങ്ങളും, പിന്നെ വണ്ടി നീറ്റ് ഉണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരി ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ ഭയങ്കര കാറ്റൺ ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് തെരഞ്ഞു നടക്കുന്ന ഒരു എല്ലാവരും ഓരോ പർപ്പസാണ്, മോഡിഫൈ ചെയ്യാനും എല്ലാത്തിനും നോക്കി നടക്കുക. അതെ, എത്രയാ നമ്മളിപ്പോൾ ഇതിപ്പോ നമുക്ക് ഒരു 1.39 കൊടുക്കാം. 11 മോഡൽ പറഞ്ഞത്? 11 മോഡൽ. ഓക്കെ, 1,39,000 VXi ആണ്. VXi ഇതെത്ര ഓട്ടം കാണിക്കുന്നത് കിലോമീറ്റർ? ഇതും 90-ൽ ചോടയാണ്. ചോട കാണിക്കുന്നത്. ഓട്ടം നമ്മൾ ഉറപ്പിക്കണ്ട ഒരു വണ്ടിയിലും. പക്ഷേ ഇങ്ങനത്തെ ചെറു വണ്ടികളൊക്കെ വെച്ചാൽ അധികം അങ്ങനെ ഓടൂല. ഇതൊക്കെ എന്ന് പറയുന്നത് ഈ 90, 80, 90, 70, 80, 90 ആ ഒരു റേഞ്ചാണ് നമ്മളെ അനുഭവത്തിലൊക്കെ കൂടുതലും. പിന്നെ ഇങ്ങനത്തെ വണ്ടിയുടെ ഒന്നും ആരും കിലോമീറ്റർ മൈനസ് ചെയ്യാനോ അല്ലെങ്കിൽ മീറ്റർ അയച്ച് അതിനൊന്നും മെനക്കെടൂല. കാരണം ഇതൊക്കെ കുഴപ്പമില്ല. ഈ മാരുതിയുടെ വണ്ടി പ്രത്യേകിച്ചിട്ട് 1, 1.5, 10, 1.10, 1.20 ലോക്കൽ ഓട്ടത്തിന് ഇങ്ങനെ എടുക്കുന്നതല്ല. അതെ അതെ, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പിന്നെ 1.39 കൊടുക്കും. അടുത്ത വാഗണർ KL 60 രജിസ്ട്രേഷൻ ആണ്, കാഞ്ഞങ്ങാട് വാഹനമാണ്. എങ്ങനെയാ ഡീറ്റെയിൽ? ഇതിപ്പോ 2017 VXi ആണ്. 2017 VXi 69 ഓട്ടം. പിന്നെ ക്ലെയിമോ കാര്യം എന്തെങ്കിലും സെക്കൻഡ് RC ഓണർ. ക്ലെയിമും കാര്യങ്ങളും റീപ്ലേസ് കാര്യങ്ങളും ഒന്നുമില്ല. സെക്കൻഡ് RC ആണ്. അത്യാവശ്യം നല്ല നീറ്റ് ഉണ്ട്. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഒരു ആവറേജ് കണ്ടീഷനേ ഉള്ളൂ. 17 മോഡൽ അലോയ്സ് ചെയ്തിട്ടുണ്ട്. കമ്പനി വരുന്നതല്ല, പക്ഷേ സുസുക്കിന്റെ അലോയ്സ് തന്നെയാണ്. അതെ അതെ, അഡീഷണൽ ചെയ്തതാണ്. പിന്നെ ബാക്ക് വൈപ്പർ, 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, എല്ലാം വരുന്ന വണ്ടിയാണ്. പിന്നെ നല്ല സ്റ്റീരിയോ ഉണ്ട്. ഓവറോൾ നല്ല നീറ്റുള്ള വണ്ടിയാണ്. ഇത് നമുക്കൊരു ലാസ്റ്റ് ഒരു 3.5 കൊടുക്കാം. 3,50,000 രൂപയ്ക്ക് 2017 VXi വാഗണർ. അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഗണർ നിങ്ങൾക്ക് കൊണ്ടുപോകും. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിൽവർ കളർ, സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഓക്കെ, സിൽവറാ ഗ്രേയാ? ഗ്രേ എന്ന് പറയാം, സിൽവർ എന്ന് പറയാം. ഓക്കെ, ലോൺ എത്ര? ഇതൊരു 3 രൂപക്ക് അങ്ങനെ ആ ഒരു റേഞ്ചിൽ ലോൺ. ഞാൻ എന്താ കണ്ടുപിടിക്കാൻ കണ്ണിനൊരു പണി കിട്ടിയോണ്ടാ കണ്ണട വെച്ചേ. കണ്ണട വെച്ചുകൊണ്ട് കുടിക്കിട്ടാണ് ഞാൻ സിൽവർ എന്ന് പറയാൻ കാരണം എന്താ പറയാ, മറ്റേ സിൽവർ വണ്ടീന്റെ അടുത്ത് പോയിട്ട്. അടുത്തതാ മൈക്രയാണ്. KL 58 റീ ആയി കഴിഞ്ഞ വാഹനം. എങ്ങനെയാ ഡീറ്റെയിൽ? ഇവിടത്തേക്ക് മാറിയതാണ്. 2016 ആണ്. പിന്നെ ഗിയർ ബോക്സ് ആണ്, ഓട്ടോമാറ്റിക് ആണ്. എത്ര ഓട്ടം? 2016 സെക്കൻഡ് RC ഓണർ, 60 സംതിങ് ഓട്ടം. 60 സംതിങ്. ഓക്കെ, സോറി 94,000 ഓട്ടം. അതിന്റെ 6 തിരിച്ചിട്ടാ മതി. 94 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് RC ഓണർ ആയിട്ടുള്ളൂ. ടോപ്പ് ആൻഡ് XV ആണ്. നല്ല ക്വാളിറ്റി ഉള്ള. എത്ര കൊടുക്കുന്നത്? എന്താ പറയാ, ഇതിപ്പോ അലോവിലും കാര്യങ്ങളും എല്ലാം വരുന്ന നല്ല ടയർ കാര്യങ്ങൾ, 4 കട്ട ടയർ എല്ലാം ഉണ്ട്. നമുക്ക് ലാസ്റ്റ് ഒരു 3.5 കൊടുക്കാം. 3,50,000 ഓട്ടോമാറ്റിക്കിന് അന്വേഷിച്ച് നടക്കുന്നവര്. ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ മൈക്ര 2016 കേരളത്തിലോട്ട് റീ ആയ വാഹനമാണ്. റീ ആയി കഴിഞ്ഞു, ഒന്നും ചെയ്യാനില്ല. അടുത്ത വണ്ടിയിലോട്ട് അടിപൊളി. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം പഴയ ഷേപ്പ് ഫോർഡ് ഫിഗോ ആണ്. ഇത് ഡീസലാ? ഫോർഡ് ഫിഗോ ഡീസൽ, 2009 മാനുഫാക്ചറിങ്, 10 രജിസ്ട്രേഷൻ. അതായത് ഈ 25 പേപ്പർ റിന്യൂവൽ ചെയ്തു. 2030 വരെ പേപ്പർ ഉണ്ട്. എടുത്തിട്ടുണ്ടല്ലേ? 30 വരെ പേപ്പർ ഉണ്ട്. പിന്നെ ഡീസലാണ്. ഡീസലാണ്. നല്ല മൈലേജ് കിട്ടുന്ന വാഹനമാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഫോർഡിന്റെ ഒരു കമ്പനി പാക്കപ്പ് ചെയ്തുകൊണ്ടാണ് ഒരു മാർക്കറ്റ് കുറവ്. അല്ലെങ്കിൽ ഇതൊക്കെ നല്ല മാർക്കറ്റ് മൈലേജ് ഉണ്ടാവും. നല്ല മൈലേജ് ഉണ്ടാവും. 18-19 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ടർ കംപ്ലൈന്റ് വരും. അതാണ് ഈ ഫോർഡിന്റെ ഒരു മൈനസ്. ഇപ്പോ ഏതെടുത്താലും പോളോ എടുത്താലും എല്ലാത്തിനും അതാണ് ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ നല്ലോണം കൊണ്ടു നടന്നാൽ ചാൻസ് കുറയും. അതെ, റഫായിട്ട് കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ പണി വരും. അത്രേ ഉള്ളൂ. ഓക്കെ. ഇതിപ്പോ പുതിയ പേപ്പർ, ഇൻഷുറൻസ് ഉണ്ട്, നിലവിലുണ്ട്, പൊല്യൂഷൻ ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ നമുക്ക് ലാസ്റ്റ് വണ്ടി ആയതുകൊണ്ടും പിന്നെ ഒരു ഇപ്പോൾ ഇതിന് നല്ല കുറക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബാർഗൈൻ ചെയ്തതുകൊണ്ട് ലാസ്റ്റ് ഞാനൊരു 69 രൂപയ്ക്ക് പാർട്ടി കൊടുക്കാം. 69,000 രൂപയ്ക്ക് പുതിയ പേപ്പറിൽ 2009 മോഡൽ 10 രജിസ്ട്രേഷൻ വരുന്ന ഇപ്പൊ 2030 വരെ പേപ്പറുള്ള ഡീസൽ ഫോർഡ് ഫിഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാം 69,000 രൂപയ്ക്ക്. അതെ, ഒരു 800 പൈസ ആവുന്നില്ല എന്ന് പറയാം. അതെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. എല്ലാ ഫംഗ്ഷനും വേറെ പ്രശ്നങ്ങളൊന്നും മേജർ ആയിട്ടുള്ള ഇല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളും എല്ലാ ഫംഗ്ഷനും വർക്കിംഗ്. 69,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഫോർഡ് ഫിഗോ ഡീസൽ കൊണ്ടുപോകാം. അതെ,
2030 വരെ പേപ്പറുണ്ട്. ഓക്കെ, 2030 വരെ പേപ്പറുണ്ട്. തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്തായാലും. അപ്പോൾ സൈനികയെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. ഏതൊക്കെ ടൈപ്പ് കാറുകൾ നിങ്ങൾക്ക് വേണം, ഏതെങ്കിലും ഷോറൂം നിങ്ങൾക്ക് കാണിക്കാനുണ്ടോ, നിങ്ങളുടെ അറിയുന്ന ഏതെങ്കിലും ഷോറൂം കാണിക്കാനുണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കമൻസിൽ രേഖപ്പെടുത്തുക. പ്രോപ്പറായിട്ട് അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. എന്താ പറയുക, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നല്ല രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി സൂചകമായി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ വണ്ടികൾ, നല്ല വണ്ടികൾ ചെറിയ റേറ്റിൽ നല്ല ഒരു ആവറേജ് റേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല വില കുറഞ്ഞ വണ്ടികൾ നമ്മൾ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്താറുണ്ട്. 35, 39 അങ്ങനെ. ഈ പ്രാവശ്യം അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ, വരുന്ന സമയത്ത് പുള്ളി തിരിച്ച് കോൺടാക്ട് ചെയ്തോളൂ അല്ലേ. പിന്നെ റീ രജിസ്റ്റേർഡ് ഇന്നോവ അതുപോലുള്ള കൂടിയ വണ്ടികൾ വേറെ ഉണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, എന്തായാലും താല്പര്യം വിളിച്ചോളൂ. എല്ലാവരും കോൺടാക്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും നന്ദി. താങ്ക് യു.